ഐസി എഞ്ചിന്റെ അടിസ്ഥാന ഘടകങ്ങൾ വരച്ചു വിശദീകരിക്കുക. ഇക്കാലത്ത് ആന്തരിക ജ്വലന എഞ്ചിനുകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായി മാറിയിരിക്കുന്നു. മിക്കവാറും എല്ലാ വാഹനങ്ങളിലും, ബസ്സുകളായാലും കാറുകളായാലും ട്രക്കുകളായാലും മോട്ടോർ ബൈക്കുകളായാലും ഐസി എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. ഒരു മോട്ടോർ ബൈക്ക് പരിഗണിച്ച് അതിന്റെ ഐസി എഞ്ചിന്റെ അടിസ്ഥാന ഘടകങ്ങൾ വിശകലനം ചെയ്യാൻ ശ്രമിക്കാം. ഈ ഐസി എഞ്ചിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഇവയാണ്: സിലിണ്ടർ ബ്ലോക്ക്, സിലിണ്ടർ, പിസ്റ്റൺ, പിസ്റ്റൺ റിങ്ങുകൾ, കമ്പഷൻ ചേംബർ, ഇൻലെറ്റ്, എക്സ്ഹോസ്റ്റ് മാനിഫോൾഡ്, ഇൻലെറ്റ്, എക്സ്ഹോസ്റ്റ് വാൽവുകൾ, സ്പാർക്ക് പ്ലഗ്, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക്ഷാഫ്റ്റ്, ക്യാംഷാഫ്റ്റ്, ഗഡ്സിയോൺ പിൻ, ക്യാം. ഈ ഐസി എഞ്ചിന്റെ സ്കീമാറ്റിക് ഡയഗ്രം താഴെ പറയുന്ന രീതിയിൽ കാണിക്കാം. ഇനി ഈ ഘടകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഒരു ഐസി എഞ്ചിനിലെ വിവിധ ഘടകങ്ങൾക്കുള്ള പ്രധാന താങ്ങാണ് സിലിണ്ടർ ബ്ലോക്ക്. ഇത് സാധാരണയായി അലോയ് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ ഉപയോഗിച്ച് വാർത്തെടുക്കുന്നു. സിലിണ്ടർ ഹെഡ് ഈ സിലിണ്ടർ ബ്ലോക്കിൽ ബോൾട്ടുകളും സ്റ്റഡുകളും ഉപയോഗിച്ച് ഉറപ്പിക്കുന്നു. കൂളിംഗ് ആവശ്യകതകൾക്കനുസരിച്ച് വാട്ടർ ജാക്കറ്റുകളോ കൂളിംഗ് ഫിന്നുകളോ നൽകുന്നു. സിലിണ്ടർ ബ്ലോക്കിന്റെ താഴത്തെ ഭാഗം ക്രാങ്കേസ് എന്നറിയപ്പെടുന്നു. ഇത് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനുള്ള സമ്പായി പ്രവർത്തിക്കുന്നു. പിസ്റ്റൺ ഒരു പരസ്പര ചലനം നടത്തുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള പാത്രമാണ്. ഇത് സിലിണ്ടർ ബ്ലോക്കിനുള്ളിലാണ്. പരസ്പര ചലനം കാരണം സിലിണ്ടറിൽ വ്യത്യസ്തമായ വ്യാപ്തമുണ്ടാകുന്നു. ഈ വ്യാപ്തം കംപ്രഷൻ, എക്സ്പാൻഷൻ തുടങ്ങിയ താപഗതിക പ്രക്രിയകൾക്ക് വിധേയമാകുന്ന പ്രവർത്തന ദ്രവം കൊണ്ട് നിറയുന്നു. കമ്പഷൻ ചേംബറിന്റെ ചലിക്കുന്ന അതിർത്തി രൂപീകരിക്കുന്ന സിലിണ്ടറിൽ ഘടിപ്പിച്ചിരിക്കുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു ഘടകമാണ് പിസ്റ്റൺ. പിസ്റ്റൺ റിങ്ങുകൾ ഘടിപ്പിക്കുന്നതിനായി അതിന്റെ അതിർത്തിയിൽ ചെറിയ സ്ലോട്ടുകൾ മുറിച്ചിട്ടുണ്ട്. താപബലം ഔട്ട്പുട്ട് ഷാഫ്റ്റിലേക്ക് എത്തിക്കുന്നതിനുള്ള ആദ്യത്തെ കണ്ണിയാണ് പിസ്റ്റൺ. വാതക ചോർച്ചയ്ക്ക് ഇടയില്ലാത്ത വിധം ഇത് സിലിണ്ടറിൽ കൃത്യമായി യോജിക്കുന്നു. പിസ്റ്റണിനും സിലിണ്ടർ ഭിത്തിക്കുമിടയിൽ ശരിയായ സീലിംഗ് നൽകുന്നതിനും അങ്ങനെ ജ്വലനവാതകങ്ങളുടെ ചോർച്ച തടയുന്നതിനും പിസ്റ്റണിലെ സ്ലോട്ടുകളിൽ പിസ്റ്റൺ റിങ്ങുകൾ ഘടിപ്പിക്കുന്നു. ഇറുകിയ ഫിറ്റിംഗ് ഉണ്ടായിരുന്നിട്ടും പിസ്റ്റണിന്റെ സുഗമമായ ചലനത്തിനായി ഈ റിങ്ങുകൾക്ക് ശരിയായ ലൂബ്രിക്കേഷൻ നൽകുന്നു. പിസ്റ്റണിന് മുകളിലുള്ള സിലിണ്ടറിന്റെ മുകൾ ഭാഗത്തടങ്ങിയിരിക്കുന്ന സ്ഥലമാണ് കമ്പഷൻ ചേംബർ, ജ്വലന അറ. ഈ സ്ഥലത്താണ് പ്രവർത്തനദ്രവം എല്ലാ താപഗതിക പ്രക്രിയകൾക്കും വിധേയമാകുകയും താപോർജ്ജം പുറത്തുവിടുകയും ചെയ്യുന്നത്. ഈ പുറത്തുവിടുന്ന താപോർജ്ജം പിസ്റ്റനെ തള്ളുകയും അതുവഴി യാന്ത്രിക പ്രവർത്തനം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇൻലെറ്റ് സിസ്റ്റത്തെ ഇൻടേക്ക് വാൽവുമായി ബന്ധിപ്പിക്കുന്ന പൈപ്പാണ് ഇൻലെറ്റ് മാനിഫോൾഡ്. ഇത് വായുവിനോ വായു ഇന്ധന മിശ്രിതത്തിനുമുള്ള പ്രവേശന മാർഗമായി വർത്തിക്കുന്നു. എക്സ്ഹോസ്റ്റ് സിസ്റ്റത്തെ എക്സ്ഹോസ്റ്റ് വാൽവുമായി ബന്ധിപ്പിക്കുന്ന പൈപ്പാണ് എക്സ്ഹോസ്റ്റ് മാനിഫോൾഡ്. ഇത് എക്സ്ഹോസ്റ്റ് വാതകങ്ങൾക്കുള്ള പുറത്തുകടക്കുന്ന മാർഗമായി വർത്തിക്കുന്നു. സിലിണ്ടറിലേക്ക് വരുന്ന ചാർജിനെ നിയന്ത്രിക്കുന്നതിനും ജ്വലന ഉൽപ്പന്നങ്ങളെ സിലിണ്ടറിൽ നിന്ന് പുറന്തള്ളുന്നതിനും ഒരു ക്യാംഷാഫ്റ്റ് ഉപയോഗിച്ച് കൃത്യമായ സമയം ക്രമീകരിച്ച കൂണാകൃതിയിലുള്ള സ്റ്റോപ്പറുകളാണ് ഇൻടേക്ക് എക്സ്ഹോസ്റ്റ് വാൽവുകൾ. സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് സ്പാർക്ക് പ്ലഗ്. ഇത് സിലിണ്ടർ ഹെഡിൽ സ്ഥിതി ചെയ്യുന്നു. കൂടാതെ എസ്ഐ എഞ്ചിനുകളിൽ ജ്വലനപ്രക്രിയ ആരംഭിക്കുന്നതിനുള്ള ആദ്യത്തെ സ്പാർക്ക് നൽകുന്നു. സിഐ എഞ്ചിനുകളുടെ കാര്യത്തിൽ സ്പാർക്ക് പ്ലഗുകൾക്ക് പകരം ഫ്യൂവൽ ഇഞ്ചക്ടറുകൾ ഉപയോഗിക്കുന്നു. പിസ്റ്റണിനെ ക്രാങ്ക്ഷാഫ്റ്റുമായി ബന്ധിപ്പിക്കുന്നതും അങ്ങനെ പിസ്റ്റണിൽ നിന്നുള്ള ബലങ്ങൾ ക്രാങ്ക്ഷാഫ്റ്റിലേക്ക് കൈമാറ്റം ചെയ്യുന്നതുമായ ബന്ധിപ്പിക്കുന്ന ദണ്ഡാണ് കണക്റ്റിംഗ് റോഡ്. അതിന്റെ ചെറിയ അറ്റം പിസ്റ്റണുമായി ബന്ധിപ്പിക്കുകയും വലിയ അറ്റം ഒരു ക്രാങ്ക് പിന്നിന്റെ സഹായത്തോടെ ക്രാങ്ക്ഷാഫ്റ്റുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. പിസ്റ്റണിന്റെ പരസ്പര ചലനത്തെ ഔട്ട്പുട്ട് ഷാഫ്റ്റിന്റെ ഉപയോഗപ്രദമായ കറങ്ങുന്ന ചലനമായി മാറ്റുന്നു ക്രാങ്ക്ഷാഫ്റ്റ്. ഇത് ക്രാങ്കേസിനാൽ മൂടപ്പെട്ടിരിക്കുന്നു. കൂടാതെ റോട്ടറി ഔട്ട്പുട്ടിലേക്കുള്ള ആദ്യത്തെ കണ്ണിയാണ്. കണക്റ്റിംഗ് റോഡിന്റെ ചെറിയ അറ്റം പിസ്റ്റണുമായി ബന്ധിപ്പിക്കുന്ന പിന്നാണ് ഗഡ്സിയോൺ പിൻ. ഇൻലെറ്റ് എക്സ്ഹോസ്റ്റ് വാൽവുകളുടെ തുറക്കലും അടക്കലും ക്യാംഷാഫ്റ്റും വാൽവ് സ്പ്രിങ്ങുകളും നിയന്ത്രിക്കുന്നു. ക്യാംഷാഫ്റ്റ് ടൈമിംഗ് ഗിയറുകളിലൂടെ ക്രാങ്ക്ഷാഫ്റ്റ് വഴി പ്രവർത്തിക്കുന്നു. ക്യാമുകൾ ക്യാംഷാഫ്റ്റിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. അവ കൃത്യസമയത്തും ആവശ്യമായ സമയപരിധിയിലും തുറക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. വാൽവ് സ്പ്രിങ്ങിന്റെ ബലത്തിനെതിരെ വാൽവുകൾ തുറക്കുന്നതിനായി അവ പുഷ് റോഡുകളെ പ്രവർത്തിപ്പിക്കുന്നു. അങ്ങനെ ഒരു ഐസി എഞ്ചിന്റെ അടിസ്ഥാന ഘടകങ്ങളുടെ വിവരണം നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം.